Soil water contaminant interaction എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജിയോ എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫെയ്റ്റ് ഓഫ് ദ കണ്ടാമിനന്റ്, അതാണ് കീവേഡ്. അതായത് വിധി എന്താണ്, കണ്ടാമിനന്റിന്റെ വിധി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെൻ വി നോ ദിസ് സോയിൽ വാട്ടർ കണ്ടാമിനന്റ് ഇന്ററാക്ഷൻ. നിങ്ങൾക്കറിയാം, നമ്മൾ MSW അല്ലെങ്കിൽ മുനിസിപ്പൽ സോൾട്ട് വേസ്റ്റ് നമ്മളൊരിടത്ത് കൊണ്ട് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേസ്റ്റ് അതിനകത്ത് കണ്ടാമിനൻസ് ഉണ്ടായിരിക്കും. ആ കണ്ടാമിനൻസ് വെള്ളവുമായിട്ട് കുതിർന്ന് അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ആ വെള്ളം നേരെ താഴേക്ക് ഗ്രൗണ്ടിലേക്ക് സീപ്പ് ചെയ്ത് ഇറങ്ങും. എന്നിട്ട് അത് സോയിലുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. സോയിലിന്റെ അകത്ത് വെള്ളം, പോർ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ വെള്ളമുണ്ട്, അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ഉണ്ട്. സോ ഈ വാട്ടറുമായിട്ടും ഇന്ററാക്ട് ചെയ്യും. അപ്പോൾ ഒരു കണ്ടാമിനന്റ് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇന്ററാക്ഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ് ബിറ്റ്വീൻ വാട്ടർ, കണ്ടാമിനന്റ് ആൻഡ് സോയിൽ. അതായത് സോയിലും വാട്ടറും കണ്ടാമിനന്റും കൂടെ ഇന്ററാക്ട് ചെയ്തിട്ടാണ് ഇത് ഒന്നില്ലെങ്കിൽ പല ഫോമിലേക്ക് മാറുന്നത്, അല്ലെങ്കിൽ പല ഡിസ്റ്റൻസുകളിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. ഇതൊക്കെ ഇതിന്റെ പരിമിത ഫലമായിട്ടാണ്. ഓക്കെ, അതാണ് അവർ പറയുന്നത്. ഫൈൻ. പിന്നെ നമുക്ക് ഫെയ്റ്റ് ഓഫ് ദ കണ്ടാമിനന്റ് എന്താണെന്ന് പറയാൻ പറ്റും. പിന്നെ ഒരു 50 മുതൽ 200 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ കോൺസെൻട്രേഷൻ ഓഫ് ദ കണ്ടാമിനൻസ് എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതറിയണം, മെക്കാനിസം ബിറ്റ്വീൻ ദ കണ്ടാമിനന്റ് ആൻഡ് ദ സോയിൽ സോളിഡ്. സോയിൽ സോളിഡും കണ്ടാമിനൻസും തമ്മിൽ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, പോർ ഫ്ലൂയിഡും അതുപോലെ തന്നെ കണ്ടാമിനൻസും തമ്മിൽ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു നല്ല ധാരണ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ എന്തുമാത്രം റിസ്കി ആണ് ഈ കണ്ടാമിനൻസ് ടു ഹ്യൂമൻസ് ആൻഡ് അതർ ഓർഗാനിസംസ്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബേസ്ഡ് ഓൺ ദ റിയാക്ഷൻസ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അതായത് ഒരു റിയാക്ഷൻ നടന്നു കഴിയുമ്പോഴേ ഈ കണ്ടാമിനൻസ് ഭാവിയിൽ എന്തായി മാറും എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ആ ഭാവിയിൽ എന്തെങ്കിലും ആയിട്ട് മാറിക്കഴിഞ്ഞ് അത് ടോക്സിക് ആണോ ടു ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഓർഗാനിസംസ് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ അതിന്റെ ബേസിസിൽ നമുക്ക് വേണമെങ്കിൽ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യാൻ പറ്റും. അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഡേഞ്ചറസ് ആണോ, എത്ര ദൂരത്തിലുള്ള വെള്ളം നമുക്ക് കൺസിഡർ ചെയ്യാം കുടിക്കാനായിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്കായിട്ടും. എന്തെങ്കിലും ട്രീറ്റ്മെന്റ് മെത്തേഡ് സജസ്റ്റ് ചെയ്യണോ, ആ ട്രീറ്റ്മെന്റ് മെത്തേഡ് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം നമുക്ക് ആ പൊല്യൂട്ടൻ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ പറ്റും, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു നോ വാട്ട് ഇസ് ദ ഇന്ററാക്ഷൻ ദാറ്റ് ഇസ് ഹാപ്പനിങ്. അപ്പൊ ഈ ഇന്ററാക്ഷൻസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, കെമിക്കൽ മാസ് ട്രാൻസ്ഫർ ആൻഡ് അറ്റന്യൂവേഷൻ. അതെ. പിന്നെ രണ്ടാമത്തത് മാസ് ട്രാൻസ്പോർട്ട്, മൂന്നാമത്തത് അതർ ഫാക്ടേഴ്സ്. ഓക്കെ. ഇതിൽ മാസ് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി ധാരണയുണ്ട്. അഡ്വെക്ഷൻ, ഡിഫ്യൂഷൻ, ഡിസ്പേർഷൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഒരു കുഴപ്പം ഉണ്ടാവില്ല, യു ക്യാൻ എക്സ്പ്ലെയിൻ. പിന്നെ വരുന്നതാണ് ഈ കെമിക്കൽ മാസ് ട്രാൻസ്ഫർ ആൻഡ് അറ്റന്യൂവേഷൻ എന്ന് പറയുന്നത്. കെമിക്കൽ മാസ് ട്രാൻസ്ഫറിൽ കെമിക്കൽ ഇന്ററാക്ഷൻസ് വഴിയാണ് ആ മാസ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. അപ്പൊ അതിലൊന്ന് ഈ സോപ്ഷൻ. സോപ്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അഡ്സോപ്ഷൻ, അബ്സോപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? അഡ്സോപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? AD ആണ് ഞാൻ പറഞ്ഞത്. അഡ്സോപ്ഷൻ, ADSORPTION. അഡ്സോപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിക്കിളുടെ മുകളിൽ വെള്ളം പറ്റി പിടിച്ചിരിക്കുക. ഓക്കെ, അതല്ലെങ്കിൽ കണ്ടാമിനൻസ് പറ്റി പിടിച്ചിരിക്കുക. നിങ്ങളുടെ സോയിൽ പാർട്ടിക്കിൾസിന്റെ സർഫസിൽ കണ്ടാമിനൻസ് പറ്റി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കോൾഡ് അഡ്സോപ്ഷൻ. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ സോയിൽ പാർട്ടിക്കിൾസിന്റെ അകത്തേക്ക് കണ്ടാമിനൻസിനെ അബ്സോർബ് ചെയ്തെടുക്കുക, അതാണ് അബ്സോർപ്ഷൻ. പിന്നെയുണ്ട് ഡീസോപ്ഷൻ. ഡീസോപ്ഷൻ എന്ന് പറഞ്ഞാൽ പറ്റിപ്പിടിച്ച കണ്ടാമിനൻസിനെ അത് റിലീസ് ചെയ്യുക, അതാണ് ഡീസോപ്ഷൻ. ഓക്കെ, ഇതിനെ എല്ലാം കൂടെ ചേർന്ന് വിളിക്കുന്ന പേരാണ് സോപ്ഷൻ. അഡ്സോപ്ഷൻ, അബ്സോർപ്ഷൻ, ഡിസോപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സോപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഡിസൊല്യൂഷൻ ആൻഡ് പ്രസിപ്പിറ്റേഷൻ. ഓക്കെ, ഡിസൊല്യൂഷൻ ആൻഡ് പ്രസിപ്പിറ്റേഷൻ, പ്രസിപ്പിറ്റേറ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ, അത് ചില എന്താ പറയുക നോൺ സോല്യുബിൾ ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ്സ് ഫോം ചെയ്യും. പിന്നെ ആസിഡ് ബേസ് റിയാക്ഷൻസ് നടക്കുന്നുണ്ടാവും. ആസിഡ് ബേസ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ പ്രോട്ടോൺ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത് കേട്ടോ, H+ അയൺസിന്റെ ട്രാൻസ്ഫർ. പിന്നെ റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷനിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കും. എന്താ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്കിംഗ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി, അതിനാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഹൈഡ്രോലൈസിസ്, സബ്സ്റ്റിറ്റ്യൂഷൻ, കോംപ്ലക്സേഷൻ, ഓക്കെ, സ്പെസിയേഷൻ, ലിഗാൻഡ് കാറ്റയോൺ കോംപ്ലക്സ് ഫോർമേഷൻ, ഇങ്ങനെയൊക്കെയുള്ള റിയാക്ഷൻസ് ആണ് മെയിനായിട്ടും നിങ്ങളുടെ കെമിക്കൽ റിയാക്ഷൻസ് ആണ് നിങ്ങളുടെ സോയിലിൽ നടക്കുന്നത്. പിന്നെ ബയോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻസ് നടക്കുന്നുണ്ട്. ബയോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിക്കൽ ആക്റ്റീവ് ആയിട്ടുള്ള മൈക്രോബ്സ്, അതിന്റെ ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. റേഡിയോ ആക്റ്റീവ് ഡീകേ നടക്കുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ സോയിൽ വാട്ടർ കണ്ടാമിനന്റ് ഇന്ററാക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പറ്റിയ ഈ ഓരോ റിയാക്ഷൻസിനെയും കുറിച്ച് ഒരു 2 സെന്റൻസ് എഴുതിയാൽ അത് അത്രയും നല്ലതാണ്. ഹൈഡ്രോലൈസിസ്, ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ, കോംപ്ലക്സേഷൻ, precipitation and dissolution, exosolution and volatilization, radioactive decay, sorption and partitioning, biological transformations. ഓക്കെ, സോ അതാണ് നിങ്ങൾ മെയിൻ ആയിട്ടും ഈ ഒരു സോയിൽ വാട്ടർ കണ്ടാമിനന്റ് ഇന്ററാക്ഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടത്.